നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. തൊഴിലാളികളെ ചൂഷണം ചെയ്തെന്ന കേസിൽ ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്ന കുടുംബമായ ഹിന്ദുജ കുടുംബാംഗങ്ങളെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ലെന്നും അവർക്കെതിരായ മനുഷ്യക്കടത്ത് കുറ്റങ്ങൾ തള്ളിക്കളഞ്ഞതായും ഹിന്ദുജാസിന്റെ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹിന്ദുജ കുടുംബത്തിലെ 4 സ്വിസ് പൗരന്മാരായ കമൽ, പ്രകാശ് ഹിന്ദുജ, നമ്രത, അജയ് ഹിന്ദുജ എന്നിവരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ലെന്ന് വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വളർത്തുനായയുടെ കടിയേറ്റ് 7 മാസം പ്രായമുള്ള എല്ലെ ഡോഹർട്ടി എന്ന പെൺകുട്ടിക്ക് ദാരുണാന്ത്യം. ബെൽജിയൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായ എല്ലയെ കവന്റിയിലെ വീടിനുള്ളിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. റഷ്യയിലെ ആരാധനാലയങ്ങളിൽ വെടിവെപ്പിൽ പോലീസുകാരുൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. ഡർബൻ, മക്കാകോല നഗരങ്ങളിലെ 2 പള്ളികളിലും ജൂത ആരാധനാലയത്തിലുമായിരുന്നു വെടിവെപ്പ്. 2002-ൽ വംശനാശ ഭീഷണി നേരിട്ടുവെന്ന് വിലയിരുത്തിയ വിഷപ്പാമ്പുകളെ കൊണ്ട് വലഞ്ഞ് ബംഗ്ലാദേശ്. വിളവെടുപ്പ് സീസൺ കൂടി അടുത്തതോടെ ആളുകൾക്ക് പാമ്പുകടിയേൽക്കുന്ന സംഭവങ്ങൾ രാജ്യത്തെ വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ വളർത്തുമൃഗങ്ങൾക്കോ വീടിനോ ഭീഷണിയാണെന്ന് തോന്നിയാൽ കരടികളെ വെടിവെക്കാൻ ആളുകളെ അനുവദിക്കുന്ന ബിൽ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് ഒപ്പുവെച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടത്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് CBI അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് നൽകി ബീഹാർ പോലീസ്. ജാർഖണ്ഡിലെ ഒയാസിസ് സ്കൂൾ എന്ന കേന്ദ്രത്തിലെ പേപ്പറുകളാണ് ചോർന്നതെന്നാണ് സ്ഥിരീകരണം. കള്ളക്കുറിശ്ശിയിൽ വിഷമദ്യ ദുരന്തമുണ്ടായ സ്ഥലത്ത് ദുരന്തബാധിതരെ സന്ദർശിച്ച മക്കൾ നീതിമയ്യം അധ്യക്ഷൻ നടൻ കമൽ ഹാസൻ. തമിഴ്നാട്ടിൽ മരുന്നുകടകളേക്കാൾ തെരുവിലുള്ളത് ടാസ്മാക് കടകളാണെന്ന് കമൽഹാസൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരള എന്നത് കേരളം എന്നാക്കാൻ വീണ്ടും പ്രമേയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വീണ്ടും പ്രമേയം കൊണ്ടുവരുമെന്ന് റിപ്പോർട്ട്. 2ാം പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഞായറാഴ്ച 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 2020 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ US-നെതിരെ 10 വിക്കറ്റ് ജയത്തോടെ ഇംഗ്ലണ്ട് സെമിയിൽ. 116 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിനായി ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ആഞ്ഞടിച്ചപ്പോൾ 62 പന്ത് ശേഷിക്ക് ജയം പിടിക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ്